ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതി എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ലേണേഴ്സിനും, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതി തങ്ങളുടെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്ത് കോഴ്സ് ക്ലിയർ ചെയ്ത് ഡിഗ്രി ആയിക്കൊള്ളട്ടെ PG ആയിക്കൊള്ളട്ടെ രണ്ടും ക്ലിയർ ചെയ്ത ലേണേഴ്സിനുമുള്ള ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങൾക്കറിയാം ഇഗ്നുവിനെ സംബന്ധിച്ച് 2 അഡ്മിഷൻ സൈക്കിൾസ് ഉണ്ട്, 2 എക്സാം സൈക്കിൾസ് ഉണ്ട്. പക്ഷേ ഇഗ്നുവിന് ഒരൊറ്റ കോൺവൊക്കേഷനെ ഒരു വർഷം നമ്മൾക്ക് നടത്താറുള്ളൂ, അല്ലെങ്കിൽ ലേണേഴ്സിനായിട്ട് ഒരൊറ്റ കോൺവൊക്കേഷനാണ് ഒരു വർഷത്തിൽ ഇഗ്നു നടത്തി വരുന്നത്. അതാണെങ്കിൽ പൊതുവെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ടാണ് നടക്കാറുള്ളത്. ഈ അപ്ഡേറ്റും അത് തന്നെയാണ്. പ്രധാനമായിട്ടും നമ്മളുടെ 39ാമത്തെ ഇഗ്നോ കോൺവൊക്കേഷൻ ഈ ഫെബ്രുവരി മാസത്തിലായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ 2 എക്സാം സൈക്കിളിലായിട്ട് തങ്ങളുടെ എല്ലാ കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള, തങ്ങളുടെ വ്യത്യസ്ത പേപ്പറുകളെല്ലാം ക്ലിയർ ചെയ്ത് പാസ്സായി എന്നുള്ള റിസൾട്ട് വന്നിട്ടുള്ള ജാനുവരി 2024 ടേം ആൻഡ് എക്സാമിനേഷനിലൂടെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്തവർക്കും, ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷനിലൂടെ തങ്ങളുടെ എല്ലാ പേപ്പേഴ്സും ക്ലിയർ ചെയ്തിട്ടുള്ള, കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ലേണേഴ്സിനുമാണ് ഈ 39ാമത് കോൺവൊക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനും അതിന്റെ ഭാഗമാവാനുമുള്ള അവസരം. ഒരുപക്ഷെ ഇതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയ, അല്ലെങ്കിൽ മുമ്പത്തെ സൈക്കിളുകളിലായിട്ട്, എക്സാം സൈക്കിളുകളിലായിട്ട് പരീക്ഷ ക്ലിയർ ചെയ്തിട്ടുള്ള ലേണേഴ്സ് ചിന്തിക്കുന്നുണ്ടാവും ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിന് ഒന്നും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മുടെ കോൺവൊക്കേഷൻ വെബ്സൈറ്റിൽ മുമ്പത്തെ കോൺവൊക്കേഷനൊക്കെ തന്നെ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ, എന്നാൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ള ലേണേഴ്സിന് വ്യത്യസ്ത ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓൾഡ് കോൺവൊക്കേഷന്റെ. അതിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നെ പോസ്റ്റലായിട്ട് ലഭിക്കുന്നതായിരിക്കും. അതോർത്താരും worried ആവേണ്ടതില്ല. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 2024 ടേം ആൻഡ് എക്സാമിനേഷനിലൂടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത, ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷനിലൂടെ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ലേണേഴ്സിനായിട്ടുള്ളതാണ്. അപ്പം കോൺവൊക്കേഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സെറിമണി തന്നെയാണ് നിങ്ങൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ ഡിഗ്രി ഓൾറെഡി ചെയ്ത് PG ചെയ്യുന്നവർക്ക് ഡിഗ്രിയിലൊക്കെ തന്നെ വ്യത്യസ്ത സെറിമണീസിലൊക്കെ തന്നെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. പക്ഷേ +2 കഴിഞ്ഞ് ആദ്യമായി ഡിഗ്രി ചെയ്യുന്ന ലേണേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയിട്ടുള്ള ആ ഒരു ഡിഗ്രി കൈമാറ്റം ചെയ്യുന്ന സെറിമണിയാണ് കോൺവൊക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കോളേജുകളിലൊക്കെ തന്നെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ്. വളരെയധികം സന്തോഷം തരുന്ന ഒരു മൊമെന്റ് തന്നെയാണ് കോൺവൊക്കേഷൻ എന്നുള്ളത്. അതിന് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം രജിസ്ട്രേഷൻ എന്നുള്ളത് തന്നെയാണ്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. അതിന്റെ ലിങ്കും കാര്യങ്ങളിലേക്ക് നമുക്ക് ഒട്ടും സമയം കളയാതെ പോവാം. ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 39th കോൺവൊക്കേഷൻ, അല്ലെ ഇഗ്നോ 39th കോൺവൊക്കേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് പെട്ടെന്ന് വായിച്ചു പോവാം. ഒന്നാമത്തെ കാര്യം, 2026 ഫെബ്രുവരിയിലായിട്ടായിരിക്കും നമ്മളുടെ ഇഗ്നോന്റെ 39ാമത്തെ കോൺവൊക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഡിസംബർ 2024, ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷനുകളായിട്ട് തങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു കോൺവൊക്കേഷൻ സെറിമണിയിൽ, അല്ലെങ്കിൽ കോൺവൊക്കേഷന്റെ ഭാഗമാവാൻ സാധിക്കുക എന്നുള്ളതും കൃത്യമായിട്ട് അവിടെ മെൻഷൻഡ് ആണ്. ഇനി നമ്മളുടെ റീജിയണൽ സെന്റർ ഏതാണോ അവിടെ തന്നെയായിരിക്കും നമുക്ക് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള അവസരവും. നമുക്ക് മറ്റ് റീജിയണൽ സെന്ററുകളിലായിട്ട് കോൺവൊക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം കരുതുന്നുണ്ടാവും പക്ഷേ കോൺവൊക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പോകേണ്ടി വരുന്നുള്ളൂ. ഒരിക്കലും അങ്ങനെയല്ല. കോൺവൊക്കേഷനിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻ പേഴ്സൺ ആയിട്ട് പോയിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങാം, അതല്ലെങ്കിൽ പോസ്റ്റൽ വഴി നിങ്ങളുടെ കറക്റ്റ് അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് വരുന്നതുമായിരിക്കും. കമ്പൽസറി ആയിട്ട് നിങ്ങൾ അവിടെ പോകണമെന്നില്ല. ആൻഡ് ഓൾസോ രജിസ്റ്റർ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പോലും പക്ഷേ നമ്മൾക്ക് നിർബന്ധമായും അവിടെ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പറ്റണം എന്നില്ല. കാരണം ഒരുപാട് ലേണേഴ്സ് ഓരോ വർഷം ഓരോ റീജിയണൽ സെന്ററിൽ ആയിരക്കണക്കിന് ലേണേഴ്സ് ആണ് പഠിച്ചിറങ്ങുന്നത്. എല്ലാവരെയും വെച്ചൊരു കോൺവൊക്കേഷൻ എന്നുള്ളത് ആ ഒരു സ്കെയിലിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് സെലക്ടഡ് ആയിട്ടുള്ള, ഇൻവിറ്റേഷൻ ലഭിക്കുന്ന ലേണേഴ്സിന്, അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവിറ്റേഷൻ വരും. ആ ഇൻവിറ്റേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പോകണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്യാം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പോസ്റ്റലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ കോൺവൊക്കേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നില്ല. ആക്ച്വൽ ഫിസിക്കൽ കോൺവൊക്കേഷൻ എന്നാണ്, ഇപ്പൊ ഫെബ്രുവരി മാസത്തിലാണെങ്കിൽ ആ കോൺവൊക്കേഷൻ കഴിഞ്ഞിട്ടുള്ള മറ്റൊരു ദിവസമായിരിക്കും, അല്ലെ അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഉള്ള ഒരു ദിവസമായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റലായിട്ട് സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുക. അതല്ലാതെ നേരത്തെ നിങ്ങൾ അപ്ലൈ ചെയ്തത് കൊണ്ട് കോൺവൊക്കേഷന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതായിരിക്കില്ല. കോൺവൊക്കേഷൻ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ്സ് ലഭിക്കുന്നതുമായിരിക്കും. കോൺവൊക്കേഷന് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് ഡിഗ്രി PG കോഴ്സുകൾക്ക് 600 രൂപയാണ് ഫീസ് ആയിട്ട് വരുന്നത്. ആ ഒരു ഫീ പേ ചെയ്യുന്നതോടുകൂടിയാണ് നിങ്ങളുടെ കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയും ചെയ്യുക. ഓൺലൈൻ പേയ്മെന്റ് ത്രൂ ആണ് നമ്മുടെ ഈ ഒരു ഫീസ് ഇഗ്നോ സ്വീകരിക്കുന്നത്. ആൻഡ് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന്
ഇവിടെ ഇപ്പം അക്നോളജ്മെന്റ് റെസീപ്റ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെന്റിന്റെ അക്നോളജ്മെന്റ് റെസീപ്റ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളുടെ ഇഗ്നോ 39th കോൺവൊക്കേഷൻ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡിക്ലറേഷൻ ഉണ്ട്. അതിനുശേഷം ഐ അഗ്രി ആൻഡ് പ്രൊസീഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ക്യാപ്ച എന്താണെന്നുള്ളതും മേലെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺവൊക്കേഷനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ താല്പര്യമുള്ള എല്ലാവരും തന്നെ, എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും തന്നെ എത്രയും പെട്ടെന്ന് തങ്ങളുടെ കോൺവൊക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. മുമ്പും ലേൺവൈസ് 3 വ്യത്യസ്ത റീജിയണൽ സെന്റേഴ്സിലെയും കോൺവൊക്കേഷൻ പ്രോഗ്രാം 38th കോൺവൊക്കേഷന്റെ വീഡിയോസ് ഒക്കെ തന്നെ ഒരുപാട് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളുടെ വ്യത്യസ്ത കോൺവൊക്കേഷൻ പ്ലേലിസ്റ്റിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്ന, എത്രത്തോളം ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന, എത്ര ഒരു വലിയ സ്കെയിലിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മളുടെ ഇഗ്നോന്റെ കോൺവൊക്കേഷൻ എന്നുള്ളത്. സോ ആ പ്ലേലിസ്റ്റ് ഒക്കെ ഒന്നുകൂടെ വിസിറ്റ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ലഭിക്കുന്നതിനായിട്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ലേൺവൈസിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലും ഉണ്ട്. സോ വാട്സാപ്പിലും ലേൺവൈസിന്റെ ഭാഗമാവുക. അതിലൂടെ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് മിസ്സാവുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യാനും സാധിക്കും. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.